അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഇന്നോവയുടെ ഒരു ഇലക്ട്രിക് വേർഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് ടൊയോട്ട ക്രിസ്റ്റ ഡീസലിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു EV ഇപ്പോൾ അവർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൽ ബാറ്ററി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. 59.3 കിലോവാട്ടാണ് ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 700 Nm നമുക്ക് ടോർക്ക് വരുന്നുണ്ട്. ഓവറോൾ കാണുമ്പോൾ നമ്മുടെ ക്രിസ്റ്റയുടെ ലുക്ക് ആണെങ്കിൽ ഫ്രണ്ട് ഗ്രില്ല് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LED DRL ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് ഡ്യുവൽ ടോൺ ഇന്റീരിയർ, അതുപോലെ തന്നെ വലിയ ടച്ച് സ്ക്രീന്, വയർലെസ് ചാർജിങ് പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഓവറോൾ ഈ ഒരു വണ്ടി കിടുക്കാച്ചി വണ്ടി തന്നെയാണ്. ഇനി ഒരു വണ്ടിയുടെ പേര് നോക്കുകയാണെങ്കിൽ കൈജാങ് ഇന്നോവ BEV എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന പേര്. ഈ ഒരു സംഭവം 2022 മുതൽ അവർ കൺസെപ്റ്റിലുള്ള ഒരു വാഹനമാണ്. ടൊയോട്ട ഇപ്പോൾ ഈ ഒരു വാഹനം പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇന്തോനേഷ്യ ഇന്റർനാഷണൽ മോട്ടോർ ഷോറാണ്. എന്തായാലും ഉടനെ തന്നെ ഇത് പ്രാക്ടിക്കലായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിലൊക്കെ ഒരുപാട് വലിയ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ടൊയോട്ട എന്ന് പറയുന്നത്. സോ അത് വൺസ് ഹിറ്റായിട്ട് ആ ഒരു SSP ബാറ്ററിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും പിന്നെ മാർക്കറ്റിൽ വേറെ ഒരു കമ്പനികൾക്കും ഇവരടിക്കാനായിട്ട് സാധിക്കില്ല. എന്തായാലും ഇന്നോവ ഉള്ള ഒരു സക്സസ് ആയിട്ടുള്ള ഒരു വണ്ടിയിൽ ഇലക്ട്രിക് വേർഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു സക്സസ് ആവാൻ ചാൻസ് ഇല്ല ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെ രസകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാമായിരിക്കും. ബൈ. ജിനോ ടെക്നോളജി.